ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ യൂട്യൂബിലെ വളരെ പ്രധാനപ്പെട്ട നമുക്കെല്ലാവർക്കും പണി കിട്ടാൻ ചാൻസുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് ഞാനിപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമ്മുടെ മിക്ക ആൾക്കാരെന്നല്ല ഏറെക്കുറെ എല്ലാ ആൾക്കാർക്കും യൂട്യൂബ് ചാനലുകളും അവർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവരും ഷോർട്സ് ഇടുന്നവരും ഒക്കെയാണ്. അപ്പോൾ നമ്മുടെ ഏത് വീഡിയോയ്ക്കും ഏത് ഷോർട്സിനും ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് സോങ്സ് അല്ലെങ്കിൽ മ്യൂസിക് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വീഡിയോ എടുക്കുന്നു, എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ കയറിയിട്ട് അത് എഡിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ മേമ്പൊടിക്ക് അത് ഭംഗിയുള്ളതാക്കാൻ അനുയോജ്യമായ ഒരു പാട്ട് സെലക്ട് ചെയ്ത് അതിൻ്റെ കൂടെ ചേർക്കുന്നു, സേവ് ചെയ്യുന്നു, അത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നു. യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത് എല്ലാം ഹാപ്പി ആയിട്ട് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞ് നമ്മുടെ അനലിറ്റിക്സ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ അവിടെ കാണിക്കുന്നത് കാണാം, യുവർ കണ്ടന്റ് ഹാസ് ബീൻ ബ്ലോക്ക്ഡ് വേൾഡ് വൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഇട്ട കണ്ടന്റ് വേൾഡ് വൈഡായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നു എന്നത്. ഇപ്പം യൂട്യൂബ് മറ്റൊരാൾ ചെയ്ത പാട്ടോ അല്ലെങ്കിൽ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം യൂട്യൂബ് പ്രാബല്യത്തിൽ വരുത്തിയിട്ടുണ്ട്. കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അതോറിറ്റിയിലുള്ള പാട്ടോ ചിലപ്പോൾ ചില മ്യൂസിക്കുകളും ഒക്കെ ചില ആളുകൾ കാശ് കൊടുത്ത് കോപ്പിറൈറ്റ്സ് വാങ്ങിയതൊക്കെ ആയിരിക്കാം, നമുക്കറിയില്ല. നമ്മളതെടുത്ത് നമ്മുടെ വീഡിയോയുടെ കൂടെ ചേർത്ത് കഴിയുമ്പോൾ സെക്കൻഡുകൾക്കകം യൂട്യൂബ് അനലൈസ് ചെയ്യുകയും നമ്മുടെ കണ്ടന്റ് ബ്ലോക്ക് ആവുകയും ചെയ്യും. ചെറിയ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു സംഗതിയാണെങ്കിൽ പോലും നമ്മുടെ വീഡിയോ ബ്ലോക്ക് ആവാൻ സാധ്യതയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എനിക്കറിയില്ലായിരുന്നത്, ആദ്യമൊക്കെ ലൈവ് ഇടുന്ന സമയത്ത് നമ്മൾ ഈ അമ്പലങ്ങളുടെ പരിസരങ്ങൾ അവിടെ നിന്ന് ലൈവ് ഇടുന്ന സമയത്ത് ഈ അമ്പലത്തിലൊക്കെ പാട്ട് കേൾക്കും. അപ്പോൾ ആ ലൈവ് എടുക്കുന്ന സമയത്ത് നമുക്കത് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ ലൈവ് എടുത്ത് ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ അവിടെ കണ്ടന്റ് ഹാസ് ബീൻ ബ്ലോക്ക്ഡ് എന്ന് എഴുതി കാണിക്കും. ഇത് എന്താണ് സംഭവം എന്നറിയില്ല. പിന്നെ റിവ്യൂ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിയുന്നത് ആ കേട്ട പാട്ട് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതായിട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് പരിഹരിക്കാം. അതിന് നമ്മൾ YT സ്റ്റുഡിയോ എന്ന് പറയുന്ന നമ്മുടെ ആപ്പുണ്ട്. അതിനകത്ത് കയറിയിട്ട് ലൈബ്രറി എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ലാപ്പിലാണെങ്കിൽ അത് കിട്ടും. ലാപ്പിൽ YT സ്റ്റുഡിയോ എടുത്തിട്ട് അത് YT സ്റ്റുഡിയോ ലൈബ്രറി എന്നൊരു ഓപ്ഷനുണ്ട്. ലെഫ്റ്റ് സൈഡിൽ YT സ്റ്റുഡിയോ ലൈബ്രറി എന്നൊരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സോങ്ങുകളല്ല ഏറെക്കുറെയുള്ള സോങ്ങുകളൊക്കെ കിട്ടും. കോപ്പിറൈറ്റ്സ് ഇല്ലാത്ത സോങ്ങുകളൊക്കെ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ കോപ്പിറൈറ്റ്സ് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷോർട്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഷോർട്സ് യൂട്യൂബിൽ ട്രെൻഡിങ് ഷോർട്സ് എന്ന് അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറേ ട്രെൻഡിങ് ഷോർട്സ് അങ്ങനെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കുറേ ഷോർട്സുകൾ വരും. അപ്പോൾ ആ ഷോർട്സിൻ്റെ എല്ലാം താഴെ റീമിക്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ റീമിക്സ് ഓപ്ഷനിൽ കയറിയിട്ട് ആ പാട്ട് നമുക്ക് കുറഞ്ഞ സെക്കൻഡുകളാണെങ്കിൽ മാത്രം ആ പാട്ട് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അത് നമ്മൾ എഡിറ്റിങ് ചെയ്ത വീഡിയോയും ആ പാട്ടും കറക്റ്റായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ രണ്ടും കൂടെ ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. പാട്ട് ചിലപ്പോൾ 10 സെക്കൻഡേ ഉള്ളെങ്കിൽ നമ്മുടെ വീഡിയോ അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ പാട്ടിനനുസരിച്ച് നമ്മുടെ വീഡിയോ ചെറുതാക്കണം, സോങ്ങിനനുസരിച്ച്. അങ്ങനെയാകുമ്പോൾ അതാകുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് വരില്ല. കാരണം അത് ആൾറെഡി ആളുകൾ ഒരുപാട് മില്യൺ വ്യൂസൊക്കെ കണ്ട സോങ്സൊക്കെ ആയിരിക്കും. അപ്പോൾ അതങ്ങനെ നമ്മളെടുത്ത് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ്സ് വരില്ല. കാരണം അങ്ങനെയുള്ള പാട്ടുകളാണല്ലോ അവരെടുത്ത്, കോപ്പിറൈറ്റ്സ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ അവരതെടുത്ത് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോപ്പിറൈറ്റ്സ് വരില്ല. അപ്പോൾ ശ്രദ്ധിക്കുക, യൂട്യൂബിൽ കോപ്പിറൈറ്റ്സ് എന്നുള്ളത് വളരെ ഒരു മെനക്കെട്ട ഒരു സംഗതിയാണ്. കാരണം നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സംഗതിയാണ് ഈ കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കണ്ടന്റ് തന്നെ ബ്ലോക്കായി പോകും. നമ്മൾ ഒരു പ്രാവശ്യം കോപ്പിറൈറ്റ് കിട്ടി അത് ബ്ലോക്കായി അതിൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നിൽ ബ്ലോക്ക് കിട്ടിയ ഭാഗം ആ കോപ്പിറൈറ്റ് ഉള്ള ഭാഗം എറൈസ് ചെയ്ത് കളയുക, എഡിറ്റ് ചെയ്ത് എറൈസ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും പോസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ അത് മൊത്തം
ഡിലീറ്റ് ചെയ്തില്ല. പക്ഷെ അങ്ങനെ മൊത്തം ഡിലീറ്റ് ചെയ്യുക പറയുമ്പോൾ വേറൊരു പ്രശ്നം അവിടെ ഉണ്ട്. പിന്നെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരിക്കലും ഡിലീറ്റ് ചെയ്യരുത്. ഇനി എത്ര വ്യൂസ് കുറഞ്ഞാൽ പോലും നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്ത് നമുക്ക് ആ പാട്ട് എറേസ് ചെയ്ത് കളയാം. നമ്മളൊരു വീഡിയോ ഇട്ടിട്ട് 2 or 3 പ്രാവശ്യമൊക്കെ ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാനൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ആവും. ഒരു വ്യൂവർ ഒരാളെ കണ്ടുള്ളൂവെങ്കിൽ പോലും നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്, ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അത് ആ വീഡിയോ ഇവിടെ കിടന്നോട്ടെ നോക്കണം. നമുക്ക് റീച്ച് ഇല്ലാതെ കിടക്കുന്ന നമ്മുടെ വീഡിയോയും ഏതെങ്കിലും നമ്മുടെ ഒരു വീഡിയോ ഭാഗ്യത്തിന് റീച്ച് ആകുമ്പോൾ ആ വീഡിയോ ഒക്കെ റീച്ച് ആയിക്കോളും. അതുകൊണ്ട് ദയവ് ചെയ്ത് വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഇക്കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. കോപ്പിറൈറ്റിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുക. കോപ്പിറൈറ്റ് കണ്ടു വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. യൂട്യൂബ് YT സ്റ്റുഡിയോയിൽ കയറിയിട്ട് കോപ്പിറൈറ്റിൻ്റെ റിവ്യൂ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ അതിനകത്ത് എഴുതി കാണിക്കും ദ ഓണർ ഷുഡ് ബി അലൗഡ് ടു യൂസ് എന്ന്. കാരണം അത് അലോ ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ട്, യൂട്യൂബിൽ ഉപയോഗിക്കാൻ അനുവാദം തന്നിട്ടുണ്ട് എന്ന് കാണിക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ നോട്ട് അലൗഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അപ്പം തന്നെ നോക്കിയിട്ട് ഏത് ഭാഗത്താണോ അത് ഇഷ്യൂ വന്നത് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ പാട്ടൊന്ന് മായ്ച്ച് കളഞ്ഞിട്ട് വേറെ ഏതെങ്കിലും ഇല്ലാത്ത കോപ്പിറൈറ്റ് ഇല്ലാത്തത് നോക്കി ചേർത്താൽ ആ ഇഷ്യൂ മാറി കിട്ടും. ഒരിക്കലും ഡിലീറ്റ് ചെയ്ത് കളയരുത്. 2-3 പ്രാവശ്യമൊക്കെ അടുപ്പിച്ച് ഡിലീറ്റ് ചെയ്ത് തരുമ്പോൾ ചിലപ്പോൾ ചാനൽ ബ്ലോക്കായി പോകും. ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക, എപ്പോഴും ഓർമ്മയിൽ വെക്കണം. അപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വന്നാൽ നമ്മുടെ മോണിറ്റൈസേഷനെയൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് കഴിവതും ചാനൽ ബ്ലോക്ക് ആവാതെ ഈ YT സ്റ്റുഡിയോയിൽ നിന്നൊക്കെ യൂട്യൂബ് സ്റ്റുഡിയോയിൽ നിന്നൊക്കെ പാട്ടുകൾ എടുത്ത് ചെയ്യുക. അല്ലെങ്കിൽ ഷോർട്സ് ആണെങ്കിൽ മറ്റേ റീമിക്സ് ഓപ്ഷൻ വഴി പാട്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് കോപ്പിറൈറ്റിനെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചത്. കാരണം 2-3 ആൾക്കാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു കോപ്പിറൈറ്റ് വന്നു, അപ്പോൾ വീഡിയോ ബ്ലോക്കായി പോകാൻ ചാൻസ് ഉണ്ട്, വീഡിയോ ബ്ലോക്കായി ചാനൽ ബ്ലോക്ക് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അറിവ് ഷെയർ ചെയ്താണ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കോപ്പിറൈറ്റിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ കൂടി ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി, ബൈ.